നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു. ഇത്തവണ മുതൽ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് മാറുകയാണ്. എലൈറ്റിൽ 12 ടീമുകൾ വീതമുള്ള 2 ലീഗുകൾ നടക്കും, 2 സോണുകളിലായിട്ട്. അപ്പോൾ ഈ 12 ടീമുകളുടെ ഒരു ലീഗിൽ 8 ടീമുകളോട് ഓരോ ടീമും കളിക്കണം. അതിൽ ആദ്യ 8 സ്ഥാനങ്ങളിൽ വരുന്ന ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കും. അപ്പോൾ 2 സോണിൽ നിന്നും 8 വീതം ടീമുകൾ വന്ന് 16 ടീമുകളാവും. ഈ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞു. അൽ ഹിലാലിന് ആരോടൊക്കെയാണ് ലീഗ് സ്റ്റേജിൽ ഏറ്റുമുട്ടാനുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ലീഗ് സ്റ്റേജിൽ 8 മത്സരങ്ങളിൽ 4 എണ്ണം ഹോം മത്സരവും 4 എണ്ണം എവേ മത്സരവുമായിരിക്കും. സോ അൽ ഹിലാലിൻ്റെ ഹോം മത്സരങ്ങൾ, ഒന്ന് ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള പെർസാപോളിസിനെതിരെ, മറ്റൊന്ന് ഇറാഖ് ക്ലബ്ബായിട്ടുള്ള അൽ ഷൊർത്തക്കെതിരെ, അതായത് ഇറാഖ് പോലീസിനെതിരെ, പിന്നെ ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള ഇസ്തിക് ലോലിനെതിരെ ഹോം മത്സരം, അതോടൊപ്പം ഖത്തറി ക്ലബ്ബായിട്ടുള്ള അൽ ഖറാഫ, ഈ ക്ലബ്ബുകൾക്കെതിരെയാണ് അൽ ഹിലാലിൻ്റെ ഹോം മത്സരങ്ങൾ വരുന്നത്. അൽ ഹിലാലിൻ്റെ എവേ മത്സരങ്ങൾ 4 ടീമുകൾക്കെതിരെയുണ്ട്. ഒന്ന് ഖത്തറി ക്ലബ്ബായിട്ടുള്ള അൽ സദിനെതിരെയാണ്, പിന്നെ UAE ക്ലബ്ബായിട്ടുള്ള അലൈൻ FC-ക്കെതിരെ, ഖത്തറി ക്ലബ്ബായിട്ടുള്ള അൽ റയ്യാനെതിരെ, UAE ക്ലബ്ബായിട്ടുള്ള അൽ വസലിനെതിരെ, ഈ ടീമുകൾക്കെതിരെയാണ് അൽ ഹിലാലിൻ്റെ എവേ മത്സരങ്ങൾ വരുന്നത്. എന്തായാലും ഇത്തവണ പുതിയ ഫോർമാറ്റിലാണ്. നെയ്മർ ജൂനിയറും സംഘവും ആ കിരീടം സ്വന്തമാക്കുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഓൾറെഡി കോപ്പ ലിബർട്ടഡോറസിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലും മുത്തമിട്ട നെയ്മർ ജൂനിയർ മൂന്നാമതൊരു കോണ്ടിനെൻ്റിൽ കൂടി ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.